സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് മനുഷ്യൻ പറക്കാറ്. വലിയ സ്വപ്നങ്ങളിലേക്ക് ചിറകു വിടർത്തിയ മനുഷ്യർ ഒരു നിലവിളിക്ക് നേരമില്ലാതെ ഇല്ലാതായി പോയപ്പോൾ നിശ്ചലമായത് രാജ്യം തന്നെയാണ്. 294 ജീവനുകൾ. പ്രണാമം. വളരെ സാങ്കേതികമായ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഒരേപോലെ മനസ്സുകൊണ്ട് നൊന്ത വിഷയമാണ്. അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ ആവശ്യമാണ് എന്നത് സംസാരിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് വിശദമാക്കേണ്ടതുണ്ട്. വിപുലമായൊരു പാനൽ നമ്മളോടൊപ്പം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നുണ്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡിലെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം ഹെഡ് ശ്രീ KB അടിയോടി, G മധുസൂദൻ, അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോൾ മുൻ ജോയിന്റ് ജനറൽ മാനേജറാണ്. ക്യാപ്റ്റൻ രാജേന്ദ്രൻ ചീഫ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറാണ്. ശ്രീ C ഗിരീഷൻ, അഹമ്മദാബാദ് കേരള സമാജം പ്രസിഡന്റാണ്. എയർ ഇന്ത്യ മുൻ ക്യാബിൻ ക്രൂ മെമ്പറും ജെറ്റ് എയർവേസിന്റെ മുൻ ഗ്രൗണ്ട് സ്റ്റാഫും മാധ്യമപ്രവർത്തകയുമായ RJ വിൻസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാ അതിഥികളിലേക്കും പോകുന്നതിന് മുൻപ് എന്താണ് നിലവിലത്തെ സാഹചര്യം, എത്രത്തോളം ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ് സംഘം അഹമ്മദാബാദിലുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എത്രത്തോളം അതിജീവിച്ചു എന്നത് രാജ്യത്തിന്റെ ചോദ്യമാണ്. നമുക്ക് ഇനിയൊരു അപകടം ഇനി ഉണ്ടാകരുത് എന്ന എല്ലാ മുൻകരുതലുകൾക്കിടയിലും വേദന ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യർ നിലവിൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നത് അറിയേണ്ടതുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? മധു, ഏറ്റവും ആദ്യം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് എന്നുള്ള വിവരം തന്നെ നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഇവരെ എല്ലാവരെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വിമാനത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ യാത്രക്കാരൻ, അതിനപ്പുറത്തേക്ക് ഈ ഹോസ്റ്റലിൽ പരിക്കേറ്റ മറ്റ് ഡോക്ടർമാർ, ജൂനിയർ ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, ഒപ്പം ഈ പരിസരത്തുണ്ടായിരുന്ന പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളവരെല്ലാവരും ഇപ്പോൾ അവരുടെ ആരോഗ്യനില വീണ്ടെടുത്ത് സാധാരണഗതിയിലേക്ക് വരികയാണ്. അടുത്ത അല്പം ഒരു 24 മണിക്കൂറിനകം തന്നെ അവരെ മെച്ചപ്പെട്ടൊരു ആരോഗ്യനിലയിലേക്ക് മാറും എന്നുള്ളൊരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് വിഷമകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ മരണപ്പെട്ടവരുടെ DNA പരിശോധനകളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 200-ലധികം ആളുകളുടെ ബന്ധുക്കൾ വന്ന് അവരുടെ DNA സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതശരീരങ്ങൾ, അതായത് DNA ഫലം പോസിറ്റീവ് ആവുന്ന മൃതശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ഏറ്റവും പ്രധാനവും അത് തന്നെയാണ്. എത്ര പേർ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര പേർ രക്ഷപ്പെട്ടു, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും അവനവൻ്റേത് എന്ന് വിചാരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും ഒന്ന് സംസ്കരിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അത്തരം നടപടികൾ, ഈ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വിപുലമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്? വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ സിവിൽ ആശുപത്രിക്ക് പുറമേ തന്നെ BJ ആശുപത്രിയിലും ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ഈ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ 2 ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഇതിനോടകം തന്നെ 20-ലധികം മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ DNA പരിശോധന, അതിൻ്റെ ടെസ്റ്റ്, ആ സാമ്പിൾ എടുത്ത് ഏകദേശം 72 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ഫലം ലഭിക്കാനായിട്ട്. പക്ഷേ അത് വളരെ വേഗത്തിലാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 241 പേരാണ് വിമാനത്തിൽ മരണം സംഭവിച്ചവർ. അതിൽ 200-ലധികം ആളുകളുടെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മാച്ച് ചെയ്യുകയാണ്. അടുത്ത 1-2 ദിവസത്തിനകം തന്നെ ഈ എല്ലാ മൃതശരീരങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സാധിക്കും. ശരി അർജുൻ, കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞാൻ അർജുനിലേക്ക് വരാം. ചർച്ചയുടെ ഇടയിൽ നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡിലെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ശ്രീ KB അടിയോടി നമ്മളോടൊപ്പം ആദ്യം ചേരുകയാണ്. ശ്രീ KB അടിയോടി, ഇപ്പോൾ പലതരത്തിലുള്ള നിഗമനങ്ങളുണ്ട് അല്ലെ? ഇന്നിപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അപകടം സംഭവിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച്, എന്തായിരിക്കാം സാധ്യത എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നലെ മുതൽ, ഈ അപകടം വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്താണ് സാധ്യത എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ വിവരം, അല്ലെങ്കിൽ ഏത് സാധ്യതയ്ക്കാണ് ഏറ്റവും കൂടുതൽ അടിസ്ഥാനം എന്നത് സംബന്ധിച്ച് ഇത്രയും 46 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങേക്ക് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്താണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത്? ഒരു വിമാന ദുരന്തം ഏവിയേഷൻ ഇൻഡസ്ട്രീസിനെ പറ്റിയും അഥവാ അല്ലെങ്കിൽ മൊത്തം നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദുരന്തം പറഞ്ഞറിയിക്കാൻ
ആക്സിഡൻറ്റും നമുക്ക് ഓരോ പാഠമാണ്. ഏവിയേഷൻ പ്രൊഫഷണൽസിന് തരുന്നത് ഒരു പാഠമാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ഏവിയേഷൻ ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന ആ ഒരു ഏവിയേഷൻ ആക്സിഡൻറ്റ്, ഒരു ബോയിങ് 787 ഒരു ക്രാഷ്, അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എയർക്രാഫ്റ്റ് വളരെ നല്ല നിലയിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു, ഏകദേശം 10-600 അടി വരെ മേലോട്ട് പോകുന്നു, പെട്ടെന്ന് താഴത്തോട്ട് വരുന്നു. അപ്പോൾ അതിനുള്ള ഒരു കാരണം എയർക്രാഫ്റ്റിൻ്റെ ലിഫ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ എയർക്രാഫ്റ്റിന് മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എൻജിനാണ്. അതിൻ്റെ എൻജിനിൽ ഏതെങ്കിലും തരത്തിൽ തകരാറുകൾ വരിക, എൻജിന് അതിന് മുന്നോട്ട് തള്ളാനുള്ള ശക്തി ഇല്ലാതിരിക്കുക, അപ്പോൾ മാത്രമേ എയർക്രാഫ്റ്റിൻ്റെ ലിഫ്റ്റ് എന്ന് പറയുന്ന ആ സംഭവം, അതായത് എയർക്രാഫ്റ്റിൻ്റെ ലിഫ്റ്റ് ലോസ് ആയിട്ട് എയർക്രാഫ്റ്റ് സ്റ്റാളാവുള്ളൂ. എയർക്രാഫ്റ്റ് സ്റ്റാളാവുമ്പോൾ താഴത്തോട്ട് വരുന്നു എയർക്രാഫ്റ്റ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എൻജിൻ എന്തോ കാരണത്താൽ പിന്നീട് അതിന് വേണ്ട അത്രയും ശക്തി കൊടുക്കാൻ അഥവാ ഫോഴ്സ് ത്രസ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എൻജിന്. അതിന് നമ്മുടെ പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോഴേ എൻജിനകത്തേക്ക് ബേഡ് ഇടിച്ചിട്ടുണ്ടായിരിക്കാം, പിന്നീട് എൻജിൻ്റെ എയർക്രാഫ്റ്റ് ഓവർ വെയ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂവൽ കണ്ടാമിനേഷൻ വന്നിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല ടെക്നിക്കൽ ഐഡിയാസും അതിനകത്ത് വരുന്നുണ്ട്, നിഗമനങ്ങളും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതെല്ലാം ഒന്നും തള്ളിക്കളയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ അവസാനം നൽകിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിലും കൃത്യമായി പറയുന്നത് തന്നെയാണ്, നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന, പൈലറ്റ് നൽകിയിരിക്കുന്ന സന്ദേശവും എന്ന് പറയുന്നത്. അപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ ടേക്ക് ഓഫ് അത്ര നോർമൽ ആയിരുന്നില്ല, വളരെ നന്നായിരുന്നില്ല, അതൊരു പോസിബിൾ ഹ്യൂമൻ എറർ ആകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പൈലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 8000 മണിക്കൂറുകളിലധികം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് അത്തരം ഒരു അനാസ്ഥ അതിലുണ്ടാകേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ ചോദ്യമാണ്. നമ്മൾ വളരെ ബഹുമാനിക്കുകയും വളരെ വിലമതിക്കുകയും ചെയ്യുന്ന കരിയറൊക്കെയാണ് അല്ലേ, മനുഷ്യൻ്റെ ജീവൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കരിയറാണ്, കരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യതയ്ക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട്? വളരെ വളരെ കുറവാണ്. കാരണം ഈ ഓരോ പൈലറ്റിൻ്റെയും ടേക്ക് ഓഫ് പ്രൊസീജിയേഴ്സൊക്കെ ലേ ഡൗൺ പ്രൊസീജിയേഴ്സാണ്. അതായത് അവർക്ക് പ്രത്യേകം ചെക്ക് ലിസ്റ്റുകളുണ്ട്. ആ ചെക്ക് ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഒരു പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. അതിലെന്തെങ്കിലും തകരാറ് തോന്നുകയാണെങ്കിൽ പൈലറ്റിനുള്ള ഒരു നേച്ചർ തന്നെ എന്താണ്, ദേ വിൽ നോട്ട് ടേക്ക് അവരുടെ റിസ്ക്, അവരുടെ ലൈഫ്, ഇത്രയും പാസഞ്ചേഴ്സ്, 42 പാസഞ്ചേഴ്സിൻ്റെ റിസ്ക്, അവരുടെ ലൈഫിൻ്റെ റിസ്ക് അവരൊരിക്കലും എടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് ടേക്ക് ഓഫ് അബോട്ട് ചെയ്യാം. അദ്ദേഹത്തിന് അത്രയും റൺവേ ഉണ്ടായിരുന്നു, ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ ടേക്ക് ഓഫ് പവർ ആ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല, എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അബോട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു പിഴവുണ്ടായിരിക്കും എന്ന്. കാരണം എന്ത് തന്നെയായാലും അവർക്കൊരു തരം ഒരു സ്പെസിഫൈഡ് ചെക്ക് ലിസ്റ്റാണ് അവർ ഫോളോ ചെയ്യുന്നത് പൈലറ്റ് എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം എൻജിൻ അതിന് ഉദ്ദേശിച്ച ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ചീഫ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ശ്രീ ക്യാപ്റ്റൻ രാജേന്ദ്രൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ രാജേന്ദ്രൻ, ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇതിനുള്ളിലെ ഭാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഗേജുമായി ബന്ധപ്പെട്ടോ ഉള്ള ഭാരവിന്യാസത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ ഒരുപാട് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കാണാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ പലരും അങ്ങനെ പല വിമർശനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ ഇത്ര മനുഷ്യർ 294 ജീവൻ നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പലതരത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് നമ്മുടേതുപോലൊരു ജനാധിപത്യ രാജ്യത്തിൽ, സ്വാഭാവികമായും. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒന്ന് വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമസ്കാരം. നമസ്കാരം. ഒരിക്കൽ കൂടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തുടങ്ങാം. ഇതിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വനിതയുണ്ടല്ലോ, അതിന് നമുക്ക് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാം. ഇതില് ഇപ്പൊ പറഞ്ഞതുപോലെ വെയിറ്റ്
അത് ശരിയാണ്. ഒരു എയർക്രാഫ്റ്റില് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം വെയിറ്റ്. അത് പ്രത്യേകിച്ച് ഇത്തരം പാസഞ്ചർ പ്ലെയിനുകളെല്ലാം ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതില് വെയിറ്റ്, അതായത് നമ്മളുടെ ഇത്രയും 55 ടൺ ഫ്യുവലാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്യുവൽ 9 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ആ ഫ്യുവല് ഫ്രം അഹമ്മദാബാദ് ടു ലണ്ടൻ ഗാറ്റ്വിക്, അതിനുശേഷം ഓൾട്ടർനേറ്റ്. ഇതെല്ലാമാണ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ ഇത്രയും മിനിമം ഫ്യുവൽ ഉണ്ട്. ഈ ഫ്യുവല് ബേൺ ആയി പോകും. ഓരോ മണിക്കൂറിൽ ഒരു 4000-5000 കിലോഗ്രാം ഫ്യുവല് അത് ബേൺ ആയി പോകും. അപ്പൊ അതിന്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇതെല്ലാം നോക്കിയിട്ടാണ് എയർക്രാഫ്റ്റ് ലോഡിങ് ചെയ്യുന്നത്. അതിനായിട്ട് ലോഡ് ആൻഡ് ട്രിം എക്സ്പേർട്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പൈലറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പേ SOPs ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു പൈലറ്റ് വന്ന് ഇതെല്ലാം കാലാവസ്ഥയും നോക്കി പെർഫോമൻസ് റിലേറ്റഡ് എല്ലാം ചെക്ക് ചെയ്ത് ഡെസ്പാച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചിട്ടാണ്. പിന്നെ ഇതിൽ ലോഡ് ചെയ്യുന്ന ഓരോന്നും പ്രോപ്പർലി അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കമ്പാർട്ട്മെന്റിൽ കറക്റ്റ് ആണോ അത് പൈലറ്റ് ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ അതിലെല്ലാം നമ്മുടെ ഡിജിറ്റലായിട്ട് അത് കാണിക്കും. ഓരോ കമ്പാർട്ട്മെന്റിലും കാണിച്ചിരിക്കും. അത് നമ്മുടെ കോക്പിറ്റിൽ അതിനുള്ള ഡിസ്പ്ലേ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. അത്രയും പിന്നെ ഇതിലൊരു 10-20 ടൺ സാധ്യതയുള്ളൂ. അതിന് ഓഡിബിൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ അത്തരമൊരു സാഹചര്യം വരാൻ തീരെ സാധ്യതയില്ല. എങ്കിലും നമ്മൾ ഒരു ആക്സിഡന്റ് നടന്നു, ഇത്രയും അതൊരു മഹാദുരന്തമായി. അപ്പോ എല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. TGC അത് തീർച്ചയായിട്ടും അതെല്ലാം ചെക്ക് ചെയ്യും. പക്ഷെ അത് മൂവ് ചെയ്തോന്ന് അറിയണമെങ്കിൽ അത് ഇനി ഇത്തരം പുതിയ എയർക്രാഫ്റ്റുകളിലെല്ലാം ക്യാമറ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം തെളിവുകൾ ലഭിക്കുന്നതാണ്. പിന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ തന്നെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഏവിയേഷൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, വിദഗ്ധർ എല്ലാവരും പറയുന്നത് ഏറ്റവും ട്രസ്റ്റബിൾ ആയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് അപകടങ്ങളുടെ കണക്ക് വെച്ച് നോക്കുകയാണ് എങ്കിൽ, കൈകാര്യം ചെയ്യുന്ന ആളുകളും അപകടങ്ങളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏവിയേഷൻ എന്നുള്ളത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ ആശങ്കകൾ പലവിധം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. എന്നെങ്കിലും ഈ കുറ്റമറ്റ പഠനങ്ങളുടെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരും അതിന്റെ ചരിത്രം കൂടി പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ പഠനങ്ങൾ നടത്തിയ ചരിത്രം ഈ മേഖലയ്ക്കുള്ളത് കൊണ്ടാണ് തുടർ അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ വെയിറ്റുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. പറന്നുയർന്നതിന് ശേഷമാണ് ഇത് നോട്ട് ചെയ്തത് എന്നും പറയുന്നു. കൃത്യമായി മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിന്നു എന്നുള്ള ഒരു സാഹചര്യമാണ്. ഇതിന് ഒരു തരത്തിലുള്ള ഉലച്ചിലുകളും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണോ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യുക, അതിൻ്റെ ഒരു മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണോ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യുക ആ നിലയ്ക്ക് തന്നെ ഉള്ള യാതൊരു ഉലച്ചിലുമില്ലാത്ത ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പോൾ 630 അടി ഉയർന്നതിന് ശേഷമുള്ള ഈ അപകടത്തിന് എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കും? അതെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വെയിറ്റ് ഷിഫ്റ്റിംഗ് പ്രോബബിലിറ്റീസ് ആർ വെരി ലെസ്. ഇത് 2 എഞ്ചിനും ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ എന്ന ഒരു സ്ഥിതിയിലോട്ടാണ് പോയതെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എനിക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഞാനൊരു ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സ്ഥാപനത്തിന് ഫ്ലൈയിങ്ങിന്റെ ഹെഡാണ്. DGCയുടെ ഒരു എക്സാമിനറും കൂടെയാണ്. അത്തരം ഒരു അനുമാനത്തില് അതെ ഒരു അനുമാനത്തിലോട്ട് എനിക്ക് എത്താൻ കഴിയത്തില്ല. പക്ഷേ ആ ട്രജക്ടറി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ആടി ഉലയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ, അതായത് എയർക്രാഫ്റ്റ് റോൾ ചെയ്തു പ്രോപ്പർലി, കാണാമല്ലോ, നമുക്ക് ആ വീഡിയോയിൽ കാണാം. അത് ഈ എയർക്രാഫ്റ്റിന് അറൌണ്ട് 9000 feet റൺവേ വേണം ഒരു സേഫ് ഓൾട്ടിറ്റ്യൂഡിൽ. ദാറ്റ് ഈസ് ദ മിനിമം റിക്വയർമെന്റ്. 9000 feet റൺവേ. അഹമ്മദാബാദ് റൺവേ 11,500 feet ആണ്. അപ്പൊ അത് സാധാരണ രീതിയിൽ തന്നെ അത് എയർബോൺ ആയി V2 എന്ന് പറയും, അതായത് സേഫ്റ്റി സ്പീഡും അതും അറ്റൈൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം അത് ക്ലൈംബ് ചെയ്യുന്നതും കാണാം. കാരണം നമ്മൾ 625 അടിയിലോട്ട് അത് ഉയർന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയ ഫ്ലൈറ്റ് റഡാർ എല്ലാവരും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 625 feet. പിന്നെ 180 feet ആണ്
അഹമ്മദാബാദിന്റെ എലിവേഷൻ. അപ്പോൾ അറൌണ്ട് 400+ ഫീറ്റ് ആണ് നമുക്ക് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ അത് എയർബോൺ ആയത്. അപ്പോൾ അതുവരെ അത് പൊങ്ങി. അതിനുശേഷം ത്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെബിലൈസിങ് ദ പവർ ഗ്രാജുവലി റെഡ്യൂസ്ഡ്, അത് കുറഞ്ഞു പോയതായിട്ടാണ് അതാണ് ഇതിന്റെ കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് പൈലറ്റ് അത് റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നു. അതായത് മെയ്ഡേ ത്രസ്റ്റ് നോട്ട് ഡെലിവറിംഗ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് പ്രൊസീജിയർ. അതായത് മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിൽ ഹയസ്റ്റ് പ്രയോറിറ്റിയാണ് ഡിസ്ട്രസ് മെസ്സേജിന്റെ റേഡിയോ ടെലിഫോണി ഫ്രൈസ് ആണ് മെയ്ഡേ ഫോർ ഹെൽപ്പ്. അതായത് അപ്പൊ പൈലറ്റ് പറയുന്നു മെയ്ഡേ കണ്ടീഷൻ, ഇന്റൻഷൻ, പൊസിഷൻ, 3 കാര്യമാണ് പൈലറ്റ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പറയാൻ സമയം, പിന്നെ ഇന്റൻഷനും പൊസിഷനും ഒന്നും അവിടെ ആവശ്യവുമില്ലായിരുന്നു. ഇന്റൻഷൻ കണ്ടീഷൻ ത്രസ്റ്റ് ഈസ് നോട്ട് ഡെലിവറി. അപ്പോ അതിനുശേഷം അദ്ദേഹം ഏതാനും സെക്കൻഡുകൾക്കകം നിലംപതിച്ചു. ദാരുണമായ സംഭവം നടന്നു. അപ്പോ ഈ മെയ്ഡേ പറയുന്നതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവ്. അത് തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അതാണ് പ്രൊസീജിയർ. ത്രസ്റ്റ് ഇസ് നോട്ട് ഡെലിവറി. അപ്പോൾ ഇത് എന്തുകൊണ്ട് ത്രസ്റ്റ് ഡെലിവറി ചെയ്തില്ല, അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ബേർഡ് ഇഞ്ചക്ഷൻ. അതായത് ബേർഡ് 2 എഞ്ചിനിലും ഒരേ സമയത്ത് ബേർഡ് ഈറ്റ് ആവുന്നു. അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഹഡ്സൺ റിവർ എന്ന് പറഞ്ഞ മോസ്റ്റ് ഫേമസ് ലാൻഡിങ്, അദ്ദേഹം ലാൻഡ് ചെയ്തു. എല്ലാ പാസഞ്ചേഴ്സിനെയും സേവ് ചെയ്തു. ഹഡ്സൺ റിവറിൽ ഉണ്ടായത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് 2000-ലധികം ഫീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ദുരന്തത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഇത് മോസ്റ്റ് ഡേഞ്ചറസ് ഫേസ് ഓഫ് എ ഫ്ലൈറ്റിലാണ് ഇത് സംഭവിച്ചത്. ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സമയത്താണ് ഈ ഫെയിലിയർ വന്നത്. കാരണം ഒരു എയർക്രാഫ്റ്റ് സേഫ് ആയിട്ട്, പ്രത്യേകിച്ച് ഇത്തരം എയർക്രാഫ്റ്റുകൾ, അതായത് ഒരു 787 മോസ്റ്റ് അഡ്വാൻസ്ഡ് കൊമേഴ്സ്യൽ ജെറ്റ് ഇൻ ദ വേൾഡ്, ആ എയർക്രാഫ്റ്റ് ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് അത് വേണമെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ അടുത്ത എയർപോർട്ടിൽ വരെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യാമായി സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു 300-400 ഫീറ്റിൽ വെച്ച് സംഭവിച്ചു. ആ പൈലറ്റ് ഹാഡ് നോ ചോയ്സ്. ഈ സന്ദർഭങ്ങളിൽ പൈലറ്റിന് യാതൊരു ചോയ്സും ഇല്ല. ട്രൈ ടു ലാൻഡ് സ്ട്രേറ്റ് അഹെഡ്, ജസ്റ്റ് ടു, അതായത് ടേൺ ടു അവോയ്ഡ് ഒബ്സ്റ്റക്കിൾസ്. അതാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളെ ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കുന്നതും പിന്നീട് നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ഇതാണ്, ലാൻഡ് സ്ട്രേറ്റ് അഹെഡ്. അത്രയും ഒരു ക്രിട്ടിക്കൽ സമയത്താണ് അത് സംഭവിച്ചത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജി മധുസൂദൻ, ഇപ്പം ശ്രീ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇത്രയും ഫ്യൂവലുണ്ട്, ഏതാണ്ട് 10 മണിക്കൂറോളം പറക്കാൻ പര്യാപ്തമായ തരത്തിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട്. അത് പറന്നുയർന്ന് പൊങ്ങിയതേയുള്ളൂ. 2 മിനിറ്റ് കഷ്ടിയാണ് ടൈം എന്ന് പറയുന്നത്. ഈ അവസാനത്തെ സന്ദേശം കൊടുത്തതിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയോ, ഒരുപക്ഷെ നിരന്തരമായ ആവർത്തിച്ച ചോദ്യങ്ങളോട് മറുപടി പറയുന്നില്ലായിരുന്നു. ഇത് അനിവാര്യമായ ദുരന്തമാണ് എന്ന് മുന്നിൽ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ പല ദേശീയ മാധ്യമങ്ങളിലും കാണുന്നുമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്രയും ജനനിബിഡമായ ഒരു ആശുപത്രി കെട്ടിടം തന്നെ ഇല്ലായ്മ ചെയ്ത തരത്തിലുള്ള ഒരു ക്രാഷ് ലാൻഡ് ഉണ്ടായത്, അതിൻ്റെ കാഷ്വാലിറ്റി അധികമായി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യവുമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയാണ് അതിനൊരു കൺട്രോൾ എടുക്കുക? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്നിരുന്നാൽ പോലും ഇത്തരമൊരു സന്ദേശം, ഈ മെയ്ഡേ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന നടപടികൾ എങ്ങനെയാണ്? Every takeoff is optional, but landing safe is mandatory. ഇവിടെ ഫ്ലൈറ്റ് പ്ലാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, വിമാനത്തിന് ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എയർബോണായി നോസ് വീൽ പൊങ്ങുന്ന സമയം തൊട്ടാണ് അതിൻ്റെ എയർബോൺ സമയം നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ പർട്ടിക്കുലർ കേസിൽ എയർബോണായി അത് 41 സെക്കൻഡുകൾ മാത്രമേ
എയറിൽ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫുള്ള് മൂലം എക്സസ് വെയിറ്റ് മൂലവും അത് താഴേക്ക് ഒരു തീഗോളമായിട്ട് വന്ന് പതിക്കുകയായിരുന്നു. ഇവിടെ എയർക്രാഫ്റ്റിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് പ്ലസ് അതിൻ്റെ സീറോ ഫ്യൂൽ ടേക്ക് ഓഫ് വെയിറ്റ് ഇത് രണ്ടിലും ഒരു മിസ്മാച്ച് ഉണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും എന്ന് ഞാൻ കരുതട്ടെ. പിന്നീട് മുൻപ് എൻ്റെ ഫെലോ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ മറ്റ് 2 കാരണങ്ങളെന്ന് പറയുന്നത് ബേർഡ് ഹിറ്റാണ്, അതുകൂടാതെ ടർബുലൻസും വിൻഷെയറും. ബേർഡ് ഹിറ്റിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുന്നതിന് മുമ്പ് ടേക്ക് ഓഫ് പാത്ത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും കൺട്രോളർ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുക. അതല്ല ഏതെങ്കിലും കാരണവശാൽ ഒരു ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് പൈലറ്റ് ഇൻ കമാൻഡിനെ വാൺ ചെയ്യുകയോ ചെയ്തിരിക്കും. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബേർഡ് ഹിറ്റ് ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അടുത്തത് വിൻഷിയറാണ്. വിൻഷിയർ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ടെത്തുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ എയർക്രാഫ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിൻഷിയറിൻ്റെ സാഹചര്യം ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ ആ കാലാവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വെതർ റിലേറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. ഓഫ് കോഴ്സ് ടെമ്പറേച്ചർ മാത്രം സ്ലൈഡ്ലി ഹയർ ആയിരുന്നു. ഇനി ഈ എയർബോൺ ആയിട്ട് നമുക്കൊരു 41 സെക്കൻഡ്സ് സമയം മാത്രമാണ് എയർക്രാഫ്റ്റ് എയർബോണായി നിന്നത്. ഈ സമയത്ത് ഒരു മേഡേക്കാൾ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു റെസ്പോൺസ് ടൈം വളരെ വിരളമാണ്. സാധാരണ ഈ എയർക്രാഫ്റ്റ് നമ്മുടെ എയർപോർട്ടിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് വെളിയിലായിരിക്കും പോയേക്കുന്നത്. നമ്മുടെ എയർപോർട്ടിൽ തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ എത്തിച്ചേരണമെങ്കിൽ മിനിമം 58 സെക്കൻഡിൽ അധികം എടുക്കും. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ടൈം വളരെ നിർണായക ഘടകമാണ്. ഇനി നേരത്തെ മുൻ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ ത്രസ്റ്റിൻ്റെ ഒരു മേജർ ഇഷ്യൂ ഉണ്ട്. അത് ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സംഭവിച്ചതിൻ്റെ കാരണങ്ങൾ പലതാകാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്മാച്ച് എൻ്റെ ചിന്തയിൽ വരുന്നുണ്ട്. അത് കണ്ടെത്തട്ടെ. ബ്ലാക്ക് ബോക്സിലൂടെ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇനി ഒരു അടുത്തത് ATC ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കൺട്രോളേഴ്സ് അവർ വളരെ ഇഫക്റ്റീവായിട്ടത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ശരി. ശ്രീ C. ഗിരീശൻ, അദ്ദേഹം അഹമ്മദാബാദിലെ കേരള സമാജം പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് അവിടുത്തെ പ്രാദേശികമായ വിവരങ്ങൾ കൂടി നമ്മളോടൊപ്പം പങ്കുവെക്കാൻ കഴിയും. ശ്രീ C. ഗിരീശൻ, ഒരു നാട്ടിൽ ഇത്രയും വലിയൊരു അപകടം, ഇത്രയും ജീവൻ കൺമുന്നിൽ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം, അതിനെ തുടർന്ന് ഈ ക്രാഷ് ലാൻഡുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്ന മറ്റ് ജീവനഷ്ടങ്ങൾ, ഇതൊക്കെ അങ്ങനെ തന്നെ വലിയ തോതിൽ വേദനയും വലിയ തോതിൽ ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കോഴിക്കോട് അപകടമൊക്കെ ഉണ്ടായി, ആ സമയത്ത് ആളുകൾ റെസ്പോണ്ട് ചെയ്ത രീതിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് ആ അപകടത്തെ ഒന്ന് കൈകാര്യം ചെയ്യാൻ, അതിൽ നിന്ന് പരമാവധി അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്നുള്ളതൊക്കെ, അവിടുത്തെ പ്രാദേശികമായ തയ്യാറെടുപ്പുകളും സഹായവും ഒക്കെ എങ്ങനെയായിരുന്നു? ആളുകൾ റെസ്പോണ്ട് ചെയ്ത രീതി എങ്ങനെയാണ്? ശരിയാണ്, വളരെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നലെ അഹമ്മദാബാദിലുണ്ടായത്. ഉച്ചയ്ക്കൊരു 2 മണിക്കാണ് ഈ TV-യിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടു. ഇവിടെ അഹമ്മദാബാദിൽ ഒരു വിമാനം തകർന്നു വീണു എന്നുള്ളതാണ് ആദ്യമായിട്ട് കണ്ട ഒരു മെസ്സേജ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് മേഘാണിനഗർ പ്രദേശത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഈ മേഘാണിനഗർ പ്രദേശം ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ ഏതാണ്ട് 100-ൽ കൂടുതൽ ഫ്ലാറ്റുകൾ വളരെ അടുത്തടുത്ത് 100-ൽ കൂടുതൽ ഫ്ലാറ്റുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ കുറച്ച് മലയാളികളും ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലം ഒന്ന് പോയി കാണാം, അവിടെ ഒന്ന് പോയി നോക്കാം, എന്താണ് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. ഉടൻ തന്നെ ഞാൻ എൻ്റെ സമാജത്തിൻ്റെ 13 വാർഡുകളുണ്ട്. ആ വാർഡുകളിലെല്ലാം ഞാൻ മെസ്സേജ് കൊടുത്തു. പറ്റുന്നിടത്തോളം ആൾക്കാരെല്ലാവരും എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു പകുതി വഴിക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ അവിടെ എല്ലാം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് മുൻപോട്ട് പിന്നെ ആരെയും വിടുന്നില്ല. ഫയർ എഞ്ചിനും അതുപോലെ ആംബുലൻസും മാത്രമേ വിടുന്നുള്ളൂ, ഒരാളെ വിടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ TV-യിൽ വീണ്ടും ഫ്ലാഷ് ന്യൂസ് വന്ന് നമ്മുടെ ഒരു രഞ്ജിത നായർ എന്നുള്ള ഒരു മലയാളി കൂടി ആ ഫ്ലൈറ്റിലുണ്ട് എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏത് രീതിയിലും ശരി ഹോസ്പിറ്റലിൽ എത്തണം, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം എന്നുള്ള തോന്നി. അങ്ങനെ ഞാൻ ഉടൻ തന്നെ വീണ്ടും
വന്നു. അവിടെ വന്നിട്ട് ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആ പോലീസ് ഓഫീസറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഫ്ലൈറ്റിലൊരു മലയാളി ഉണ്ട്, എനിക്ക് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം, പോയിട്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടൻ തന്നെ അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി. അവിടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഹൗസിംഗ് ബോർഡ് ബ്ലോക്കുകളുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നുള്ളത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് കുറച്ച് തന്നെ ഒരു 100 മീറ്റർ മാത്രം അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നേരത്തെ IG ഓഫീസും അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് IG ഓഫീസ് കോമ്പൗണ്ട് എന്നാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ഈ തലസ്ഥാന നഗരി ഗാന്ധിനഗറിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഓഫീസുകളൊന്നും പ്രവർത്തിക്കുന്നില്ല, ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ചു നിരപ്പാക്കി അവിടെ അത് സിവിൽ ഹോസ്പിറ്റൽ, അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന് വേണ്ടി ആ സ്ഥലം കൊടുത്തു. ഹോസ്പിറ്റലുകാർ അവിടെ ക്വാർട്ടേഴ്സ് പണിഞ്ഞു. അവിടെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാം ഇന്ന് ആ ഹോസ്റ്റലിൽ കുറച്ച് താമസിക്കുന്നുണ്ട്. ആ ഒരു 2 ബ്ലോക്കിൻ്റെ ഹോസ്റ്റലിൻ്റെ ഇടയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും എൻ്റെ മറ്റു ഭാഗത്തു നിന്നുള്ള സമാജ പ്രവർത്തകരും കുറച്ച് ആൾക്കാരെല്ലാം അവിടെ എത്തി. അപ്പം ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തോട്ടൊന്നും നമ്മുടെ ഒരാളിന് പോലും പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം. ഫയർ എഞ്ചിനും അതുപോലെ ആംബുലൻസും പോലീസിൻ്റെ വണ്ടികളും മാത്രമായിട്ട് അങ്ങനെ ഒരു വളരെ, പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാർ അവിടെ കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഈ ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് PGക്ക് വേണ്ടി പഠിക്കാൻ വന്ന കുറേ ആൾക്കാരൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പം ഞാൻ ഉടൻ തന്നെ അങ്ങനെ ഞങ്ങൾ അവരുടെ നമ്പർ, ആരുടെയെല്ലാം നമ്പറുകളുണ്ടായിരുന്നു, അവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെടാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അറിഞ്ഞത്, അവരിൽ മലയാളികൾക്ക് ഒരാൾക്കും ഒന്നും തന്നെ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല, അവരെല്ലാം വളരെ സേഫാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്കാണ് പോയത്. ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് അവിടെ എത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അവരൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്ലൈറ്റിൻ്റെ യാത്ര ചെയ്തിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ അവിടെ ഒരു മലയാളി ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഈ ഫ്ലൈറ്റിൽ ഉള്ള പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്, വേറെയുള്ള ആൾക്കാരെല്ലാവരുടെയും മരണമടഞ്ഞു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. വലിയ നഷ്ടബോധത്തിന്റെ കണക്കുകൾ രാജ്യം മുഴുവനും കേട്ടതാണ്. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ഒപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കയോടെ ചിന്തിച്ചിട്ടുണ്ടാവുക, നമ്മുടെ മുന്നിലേക്ക് പല ചിത്രങ്ങളായി വന്നത് പല മനുഷ്യരുടെ സന്തോഷങ്ങൾ, കുടുംബത്തിന്റെ ആകെ സന്തോഷത്തിന്റെ അവസാന നിമിഷങ്ങളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അതിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ. നമ്മളോടൊപ്പം എയർ ഇന്ത്യയുടെ മുൻ ക്യാബിൻ ക്രൂ മെമ്പർ ഉണ്ട്, RJ വിൻസിയിലേക്ക് തിരികെ വരാം. വിൻസി, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ ഇത്രയും അധികം ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യം, ആ വാർത്ത കേട്ട സമയത്ത് ചിന്തിച്ചതും അതിൽ പങ്കുവെക്കപ്പെട്ട ചിത്രങ്ങൾ കണ്ടപ്പോഴുമൊക്കെ നമ്മൾ അതിലുള്ള മനുഷ്യരെക്കുറിച്ച്, അവരെങ്ങനെയായിരിക്കും ഈ അപകടത്തെ കണ്ടത്, എന്തായിരിക്കും അവരുടെ ആശങ്ക, കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ വലിയ വലിയ വേദനയിലാഴ്ത്തിയ സംഭവങ്ങളാണ്. ഇങ്ങനൊരു അടിയന്തര പ്രശ്നം, ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ? ശരിയാണ്, പരമാവധി അപകടങ്ങൾ ഒഴിവാക്കുക എന്ന നിലയ്ക്ക് ഉള്ളൊരു നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഹായ്, ഇതിപ്പോ 2 രീതിയിലാണ്. അതായത് ഇപ്പൊ ഇത്തരം ഒരു സിറ്റുവേഷൻസ്, ഒരു എമർജൻസി വരുന്ന സമയത്ത് അതൊരു പ്ലാൻഡ് എമർജൻസി എന്ന് പറയാം. അതായത് ഇപ്പോ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് ക്യാപ്റ്റൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുശേഷം ക്രൂവിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളൊരു എമർജൻസി ലാൻഡിങ്ങിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഒരു പ്രിപ്പറേഷനും നമ്മൾ പാസഞ്ചേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിലും, മൊത്തത്തിൽ നമ്മൾ എയർക്രാഫ്റ്റിലെ പാസഞ്ചേഴ്സിനെ അടക്കം നമ്മൾ സെക്യൂർ ചെയ്യുന്ന രീതികളും അതിന്റെ പ്രൊസീജിയേഴ്സും അത് വേറെ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരം ഒരു എമർജൻസിയിൽ ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഒരു ഇവാക്വേഷൻ വേണ്ടി വന്നു, ക്യാപ്റ്റൻ അത് ഇവാക്വേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ടൈം ഉണ്ട്. അതായത് നമുക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഓരോ പാസഞ്ചേഴ്സിന്റെ അടുത്തും ഇൻഡിവിജ്വലി പോയി ആ ഒരു ക്യാബിൻ ക്രൂവിന് സംസാരിക്കാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇനിയിപ്പോ നമ്മൾ തുടക്കത്തിലെ ഓരോ എയർക്രാഫ്റ്റും ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുൻപ്, ടേക്ക് ഓഫിന് മുൻപേ ക്യാബിൻ ക്രൂ സേഫ്റ്റി ഡെമോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ
അതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ അവർ വീണ്ടും ഇതൊരിക്കൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു എമർജൻസി, ഇപ്പൊ ഓക്സിജൻ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലൈഫ് ജാക്കറ്റ് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേസ് പൊസിഷനിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ബോഡി, നിങ്ങൾ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടും. ഇനി അതല്ല, ഒരു അൺപ്ലാൻഡ് എമർജൻസി, അത്തരം സാഹചര്യത്തിൽ ഒരു പക്ഷേ പാസഞ്ചേഴ്സിനാണെങ്കിലും ക്യാബിൻ ക്രൂവിനാണെങ്കിലും ഇരുന്ന സീറ്റിൽ നിന്നൊന്നും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതായത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഓരോരുത്തരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു അൺപ്ലാൻഡ് എമർജൻസിയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്നതിന്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസ് പറയുന്ന സമയത്ത് വിൻസെന്റ് പറഞ്ഞു എങ്ങനെയാണ് അത്തരം ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വിമാനയാത്രികരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പോലും പറയുന്നത് ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും പാനിക് ആകുന്ന ഒരു സമയത്ത് അത്തരം നിർദ്ദേശങ്ങൾ, ഒരുപക്ഷെ ഒരു എമർജൻസി ലാൻഡിംഗ് വേണ്ടി വരുമെന്നൊരു നിർദ്ദേശം വരുന്ന സമയത്ത് ആളുകൾ എത്രത്തോളം അതിനോട് സഹകരിക്കാറോ അല്ലെങ്കിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ചില സാഹചര്യങ്ങളിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ എന്താണ് എമർജൻസി എന്ന് പാസഞ്ചേഴ്സ് അറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോ ആ ഒരു സിറ്റുവേഷൻസിലും നമുക്ക് സേഫ് ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും, ഒരു ഇവാക്വേഷൻ വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ പാസഞ്ചേഴ്സിനെ അറിയിച്ച് അവരെ ആക്കണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ക്യാപ്റ്റൻ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരത് അറിയണം എന്നില്ല, തിരിച്ച് നമ്മൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ മാത്രമായിരിക്കും അവരിലേക്ക് എത്താം. ചില സിറ്റുവേഷനുകളിൽ ഒരുപക്ഷെ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എഞ്ചിൻ അവിടെ ഫയർ കാണുന്നു, തീ കാണുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പാനിക് ആവും, ടെൻഷൻ ആവും, ഒച്ചയെടുക്കും, ബഹളം വെക്കും, കരയും, സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരി ഫ്ലൈറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കും, തൊട്ടടുത്തുള്ള എമർജൻസി എക്സിറ്റ് ഡോറ് വലിച്ച് തുറക്കാൻ ശ്രമിക്കും, തുടങ്ങിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണുള്ളത്. അതായത് വളരെ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്രൂ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ക്യാപ്റ്റൻ വളരെ ട്രെയിൻ ആണ്, അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ തിയറീസ് അല്ലെങ്കിൽ ബുക്കിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടും നമ്മുടെ ഇമോഷൻസ് കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ അവരെ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിലൊരു ലാംഗ്വേജും ഒരു വിഷയമാണ്. കാര്യം നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ്സിനൊക്കെ കൂടുതലും മലയാളി പാസഞ്ചേഴ്സും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം സിറ്റുവേഷൻസിൽ പൊതുവേ നമ്മൾ ഫ്ലൈറ്റിനകത്ത് ഇംഗ്ലീഷിലാണ് നമ്മൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ എമർജൻസിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ, ഇപ്പൊ മലയാളി ആയിട്ടുള്ള ഒരു ക്രൂ ഓൺ ബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അവരുമായിട്ട് പാസഞ്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇത് നമുക്ക് കുറച്ചും കൂടെ സാധ്യത തുറന്നു കിട്ടുകയാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ശരിയാണ്, ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ മുന്നിൽ ഉണ്ടെങ്കിലാണ്. ഇതിപ്പോ ഈ ടേക്ക് ഓഫിന് ശേഷം ഏതാണ്ട് 43 സെക്കൻഡ് എന്ന് പറയുന്നിടത്ത് ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നത് പ്രധാനമാണ്. ശ്രീ KJ അടിയോടി, ഇതിപ്പോ ശരിയാണ്, ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ട ഒരു അപകടം ആദ്യമാണ്. പക്ഷേ ബോയിങ് ഒരു സമയത്ത് ഏവിയേഷൻ്റെ പര്യായ പദം എന്ന നിലയ്ക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന, വളരെ അഭിമാനാർഹമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എയർലൈൻ്റെ വലിയ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ 2 അപകടങ്ങളിൽ ബോയിങ് ആണ്. ഇപ്പോൾ ഡ്രീം ലൈനർ കൂടി അതിൻ്റെ ഭാഗമാകുന്നു. പലതരത്തിലുള്ള പരാതികൾ ഇതിൽ തന്നെ. ഇപ്പം മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ ദക്ഷിണ കൊറിയയിലുണ്ടായ അപകടം, അത്രയധികം ജീവനുകൾ ഉണ്ടായത്, അതും ബോയിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു വലിയ ചീത്തപ്പേരുണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ആ വാക്കുകളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അങ്ങേക്ക് അറിയാമായിരിക്കും ആ വിമാനങ്ങളെ എങ്ങനെയാണ് നിലവിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ നിലയ്ക്കുണ്ടാകുന്ന ഒരു തകരാറ് അത് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോൾ ഈ ഡ്രീം ലൈനറിൻ്റെ സർവീസ് ചിലപ്പോൾ റദ്ദു ചെയ്തേക്കും എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന്. ബോയിങ് വിമാനം ഏറെക്കുറെ ഒരു 2 വർഷക്കാലത്തോളം ഉപയോഗിക്കാത്ത സാഹചര്യം മുൻപ് ഉണ്ടായി എന്നും കേട്ടിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നടപടി? ബോയിങ് 787 ഒരു ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് വന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതൊരു തരം ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ലീപ്പായിരുന്നു. അത് അത്രയും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിട്ടായിരുന്നു ആദ്യം ബോയിങ് 787 ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു, ഒരു ബാറ്ററിയുടെ ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് അത് കുറച്ചു കാലം ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ അതൊക്കെ തീർത്തതിന് ശേഷം
പിന്നീട് ഡ്രീം ലൈനറെ കുറിച്ച് യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ദ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻ്റ് എയർക്രാഫ്റ്റ് എന്നുള്ള നിലയിലാണ് ഡ്രീം ലൈനർ പോയിക്കൊണ്ടിരുന്നത്. വളരെ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്, പിന്നീട് വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്. പക്ഷേ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഡ്രീം ലൈനർ കംപ്ലീറ്റ്ലി ഗ്രൗണ്ട് ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോയിങ്ങിന് ഈയിടെയായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ബോയിങ് 737 മാക്സ് എയർക്രാഫ്റ്റ് ഒരു ഇഷ്യൂ വെച്ചിട്ട് കുറേ വർഷങ്ങളോളം നമ്മൾ ഗ്രൗണ്ട് ചെയ്തതാണ്, ബോയിങ് 737 മാക്സ് എയർക്രാഫ്റ്റ്. അപ്പോൾ അതുപോലെ 787 എയർക്രാഫ്റ്റും കുറച്ചു കാലം ഗ്രൗണ്ട് ചെയ്താണ് ഈ ബാറ്ററിയുടെ പ്രശ്നം വെച്ചിട്ട്. ഇനിയിപ്പോഴും ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് വീണ്ടും ഗ്രൗണ്ട് ചെയ്യണം എന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഉള്ള എല്ലാ ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ കുറേ കൂടെ ടെക്നിക്കലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതായത് മെയിൻ്റനൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ എറേഴ്സ് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, അതോ വെറും ടെക്നിക്കൽ എറർ തന്നെയാണോ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് ബോക്സ് വെച്ചിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് മാത്രം ഇനിയും ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോഴത്തന്നെ DGCA ഒരു സർക്കുലർ ഇറക്കി. ഇന്ന് തന്നെ DGCAയുടെ അടുത്ത് നിന്ന് നമ്മുടെ എല്ലാ മെയിൻ്റനൻസ് പേഴ്സണലിനെയും ഒരു പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട്. ഇന്ന് ഒരു ഓർഡറായിട്ട് ഇന്നത്തെ എൻഹാൻസ്ഡ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഓൺ ബോയിങ് 787-89 ഫ്ലീറ്റ് ഓഫ് മെസ്സേഴ്സ് എയർ ഇന്ത്യ. അപ്പോൾ എയർ ഇന്ത്യയുടെ എല്ലാ 787-ഉം ഒരു സ്റ്റെപ്പ് കൂടിയ മെയിൻ്റനൻസ് ആക്ഷൻസ്, ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ചെക്സ് നടത്തണം എന്ന് പറഞ്ഞിട്ട് DGCAയുടെ കയ്യിൽ നിന്ന് ഒരു സർക്കുലർ ഓൾറെഡി വന്നിരിക്കുന്നു. അപ്പം ഇതുപോലെ ഒരു മെയിൻ്റനൻസ് സിസ്റ്റം ഒന്ന് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ഗ്രൗണ്ടിങ് സ്റ്റേജിലേക്ക് വരും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ക്യാപ്റ്റൻ രാജേന്ദ്രൻ, ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായ സമയത്ത് തന്നെ അതിലെ ഒരു യാത്രക്കാരൻ മുൻപ് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ പങ്കുവച്ചിരുന്ന വീഡിയോ ഒക്കെ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. ഇപ്പം വാഹനങ്ങൾ വാങ്ങുക, വിമാനം വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു അനാസ്ഥ, അത് എയർ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ശരി, നമ്മുടേതാണ് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ശരി, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് മനുഷ്യജീവനെ തന്നെയാണ്. അവിടെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും അഭിമുഖീകരിക്കേണ്ടി വരും. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അത്തരം പല പരാതികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസിൽ യാത്രക്കാരുടെ ജീവന്, അവരുടെ ഈ ജീവൻ അവിടെ നിൽക്കട്ടെ, സൗകര്യങ്ങൾക്ക്, അവരുടെ ഡിഗ്നിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ സംവിധാനം എന്നതൊരു ചോദ്യം എയർ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരും. ക്യാപ്റ്റൻ കേൾക്കാമോ? തീർച്ചയായും കേൾക്കാം. തീർച്ചയായും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങൾക്കുള്ള എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് എയർ ഇന്ത്യ തീർച്ചയായിട്ടും എയർ ഇന്ത്യ അത് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഏവിയേഷൻ, അല്ലെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ വേൾഡിലെ 3rd ലാർജസ്റ്റ് ഏവിയേഷൻ മാർക്കറ്റായി തീരുവാണ് ഇന്ത്യ തന്നെ ഗ്രോത്ത് സ്റ്റേജ്, അതായത് ഏവിയേഷന്. അപ്പോ ഇന്ന് നമ്മുടെ റെഗുലേറ്ററി ബോഡീസ്, DGCA ആയാലും നമ്മുടെ മിനിസ്ട്രി ആയാലും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആയാലും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആയാലും എല്ലാവരും വളരെ അക്കൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗനൈസേഷൻസും, അതായത് എയർ ഇന്ത്യ ആയാലും ഇനി ഇൻഡിഗോ ആയാലും എല്ലാവരും അക്കൗണ്ടബിൾ ആണ് ഓരോ കാര്യത്തിലും. ആ അക്കൗണ്ടബിലിറ്റി ഈസ് 100%. ഐ ക്യാൻ അഷ്വർ ഓൾ ദ വ്യൂവേഴ്സ്. അതായത് ഇതിൽ യാതൊരു ഇത് വേണ്ട, സംശയവും വേണ്ട. തീർച്ചയായും ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരിക്കും. പിന്നീട് ഈ 787 എന്ന എയർക്രാഫ്റ്റ് 15 വർഷമായി മാർക്കറ്റിൽ, കൊമേഴ്സ്യൽ മാർക്കറ്റിൽ. ഇതില് ഇനീഷ്യൽ സ്റ്റേജസിൽ അത് ഏതൊരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഏതൊരു കോംപ്ലക്സ്
സിസ്റ്റം ഡെവലപ്പ് ചെയ്താലും ഇനീഷ്യൽ സ്റ്റേജിൽ വരാവുന്ന കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ബോയിങ് കമ്പനിയിൽ ഉണ്ടായിരുന്ന കൾച്ചറൽ ഡിഫറൻസ് അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് ഇഫ് യു സീ ദ കൾച്ചർ, കോർപ്പറേറ്റ് കൾച്ചർ, അത് ട്രാൻസ്ഫോമിങ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയർ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ ഇത് കോൺഗ്രസിൽ വരെ പോയിരിക്കുകയാണ് ഈ ബോയിങ്ങിന്റെ ഇഷ്യൂസ്. അതായത് അവിടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കോൺഗ്രസ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ബോയിങ്ങിന് ഫൈൻ കൊടുക്കാൻ പോവുകയാണെന്ന്, എത്രയോ $1 ബില്യൺ. അപ്പോ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതൊരു കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അതെല്ലാം ഉണ്ട്. അത് പക്ഷേ ഏവിയേഷനിൽ സേഫ്റ്റി ഈസ് പാരമൗണ്ട് ആൻഡ് സീറോ ടോളറൻസ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, ഈ മഹാദുരന്തത്തിൽ കണ്ടത് അതാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് 787 പൂർണ്ണമായിട്ട് നിർത്താമെന്നോ ഇല്ലെങ്കിൽ നിർത്തുമെന്നോ അതൊന്നും നമ്മൾ അത് സാധ്യതയില്ല. കാരണം ഇറ്റ് ഈസ് വെരി സേഫ് എയർക്രാഫ്റ്റ്. വളരെ നല്ല രീതിയിൽ, വളരെ എക്കണോമിക്. സാർ അത് മിസ്റ്റർ അടിയോടി പറഞ്ഞതുപോലെ ഈ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തതേ അതാണ്, ഫ്യുവൽ എഫിഷ്യന്റ് ആയിരിക്കണം. അതായത് അറിയാമല്ലോ, ഇന്ന് ലോകത്തില് ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നഷ്ടം കൂടുതലും ലാഭം കുറവുള്ളത് അതാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. ആ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോയിങ് എന്ന വലിയൊരു കമ്പനി ചെയ്ത ഒരു കാര്യമാണിത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇഷ്യൂ കാരണം ബോയിങ്ങിനെ അല്ലെങ്കിൽ ബോയിങ് കമ്പനിയോ മൊത്തം നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ല. ഇപ്പോ ഈ കഴിഞ്ഞ 4-5 വർഷത്തിൽ ബോയിങ് കമ്പനിയിൽ നടന്ന പ്രധാന കാരണം ഇതാണ് പറഞ്ഞത്, സേഫ്റ്റി ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതിന് ഡെഫിനറ്റ്ലി ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ അതിന് അവർ ദേ വിൽ ഫൈൻഡ് എ വേ ഔട്ട്. ഇത് ഇപ്പൊ നടന്നിരിക്കുന്ന ഇത് അവർക്ക് അതൊരു വലിയൊരു പാഠമാക്കി. അതിനുള്ളിൽ തന്നെയുള്ള വളരെ മുതിർന്ന ജീവനക്കാരുടെ പരാതി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ വന്നതാണ് എന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട ഒന്നാണല്ലോ. അത് ശ്രീ രാജേന്ദ്രൻ, അത് ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത ഒന്ന് സേഫ്റ്റി തന്നെയാണ്. അത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. ഇപ്പം അന്വേഷണമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2 അന്വേഷണ ഏജൻസികൾ അതിൽ ഇപ്പോൾ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ അതെല്ലാം നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ കൂട്ടി അതിലൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതില്ല. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ തുടർ അപകടങ്ങളെ കമ്പനി ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകുകയോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും ഇത് പിന്നെ ടാറ്റ, നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ കോർപ്പറേറ്റ് കൾച്ചർ. ടാറ്റയുടെ ഇന്നലെ തന്നെ നമ്മൾ വായിച്ചില്ലേ, ടാറ്റ അതായത് പാസഞ്ചേഴ്സിന് 1 കോടി രൂപ കൊടുത്തു, ആശുപത്രി കെട്ടിടം നിർമ്മിക്കാമെന്ന് പറഞ്ഞു, പരിക്കേറ്റവർക്ക് കൊടുത്തു. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ് ടാറ്റ. ഞാനൊരു 5 വർഷക്കാലം ടാറ്റയിൽ ജോലി ചെയ്തതായതുകൊണ്ട് പറയുകയല്ല, എങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്ത് വിശ്വസിക്കാവുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. തീർച്ചയായും അവര് ഈ എയർ ഇന്ത്യ ടാറ്റയുടെ അണ്ടറിലായതുകൊണ്ട് തീർച്ചയായും അവരൊരു പരിഹാരം കാണും. അവർ ബോയിങ് ആയിട്ടോ FAA ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടോ DGC ആയിട്ടും AAIB ആയിട്ടും ക്ലോസ്ലി കോർഡിനേറ്റ് ചെയ്തിട്ട് തീർച്ചയായും ഇതിന്റെ കാരണം അവർ കണ്ടുപിടിക്കും. കാരണം ഏവിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടാറ്റയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. അത് ടാറ്റ അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഇതൊരു പാഠമാക്കിയെടുത്ത് മുന്നോട്ട് അതിലെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളെ ടാറ്റ ഉൾക്കൊള്ളുമെന്ന് തന്നെ വിചാരിക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ അഭിമാനത്തിന്റെ ഭാഗമായ ഒരു പ്രസ്ഥാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നിടത്ത് ഒരു റിവ്യൂ എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യൻ ഏവിയേഷൻ രംഗത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇതിൻ്റെ ഇരകൾക്ക് എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നുള്ളതൊക്കെ ശരി, അതൊക്കെ അംഗീകരിക്കേണ്ടതും അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് ജീവനാണ്. അത് ഒരു പണത്തൂക്കം കൊണ്ട് നമുക്ക് അതിനെ തുലനം ചെയ്യാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമായി തന്നെ അംഗീകരിച്ചു പോകേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. ജി മധുസൂദനൻ, ഇന്ത്യൻ ഏവിയേഷൻ രംഗം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് വലിയ തോതിൽ വലിയ വികസന സ്വപ്നങ്ങൾ പകരുന്നൊരു മേഖല തന്നെയാണ്.
ലോകത്ത് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന അഭിമാനാർഹമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുള്ള മേഖലയാണ്. പക്ഷേ ഒരു അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അല്ലേ അതിലൊരു ആശങ്കയുണ്ടാകും. നമ്മുടെ ഏവിയേഷൻ രംഗത്തെ ഈ അപകടം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ നടപടികൾ വേണമെന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ ഫെല്ലോ പാനലിസ്റ്റ് ക്യാപ്റ്റൻ രാജേന്ദ്രൻ പറഞ്ഞ പോലെ 2024 അയാട്ടയുടെ കണക്ക് പ്രകാരം ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റ് ലോകത്തിലെ 3ാമത്തെ പ്രബലമായ മാർക്കറ്റായി മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്യൂരിയസ് ആകേണ്ടതുണ്ട്, അലർട്ട് ആകേണ്ടതുണ്ട്, റീഓറിയൻറ്റഡ് ചെയ്യേണ്ടതാകുന്നുണ്ട്. നമുക്കറിയാം ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി മാനദണ്ഡങ്ങളുള്ളത് ഏവിയേഷനിലാണ്. അതായത് നമ്മുടെ ഏവിയേഷനിൽ അതിന് പ്രത്യേകം അനക്ഷർ തന്നെയുണ്ട്, അനക്ഷർ 19, അതായത് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഈ അനക്ഷർ പ്രകാരം ഓരോ എയർലൈൻസിനും റെഗുലേറ്ററി അതോറിറ്റിക്കും എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിനും പ്രത്യേകം സേഫ്റ്റി മാനേജേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഈ SMS പ്രകാരം അവർക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പം അതിനനുസരിച്ച് ഓരോ സെക്ഷനിലേക്ക് വേണ്ട പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ എല്ലാത്തിലും പ്രത്യേകം സ്ട്രിഞ്ചൻറ്റും സ്ട്രിക്റ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഏത് വിധത്തിലുള്ളതായ പരാധീനതകളെയും നമുക്ക് എന്ന് വെച്ചാൽ നേരിടാൻ പറ്റും. SMS ഓൾ ഓവർ ദി വേൾഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ എയർലൈൻസിനും ബാധകമാണ്, ഓരോ ഇൻഡിവിജ്വലിനും ബാധകമാണ്. അത് സ്വന്തമായിട്ട് സേഫ്റ്റി റിപ്പോർട്ടിങ് ചെയ്യുന്ന സംവിധാനം മുതൽ മറ്റു ഏതെങ്കിലും സേഫ്റ്റി പാരാമീറ്റേഴ്സിലുള്ള ലാക്സിറ്റി കണ്ടാൽ സ്വമേധയാ തന്നെ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഇപ്പോഴുണ്ട്. നമുക്കറിയാം എയർപോർട്ടുകളിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക ബോക്സ് വെച്ചിട്ടുണ്ടാകും. ആ ബോക്സുകളിൽ നിങ്ങൾക്ക് ഏത് പാസഞ്ചേഴ്സ് ആകട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു സേഫ്റ്റി ലാക്സിറ്റി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് യാതൊരുവിധമായ പെനൽറ്റി മെഷേഴ്സും ഇല്ലാതെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഏവിയേഷനിൽ എപ്പോഴും വളരെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സംവിധാനമായിട്ട് നിലകൊള്ളുന്നത്. ശരി, ശ്രീ ഗിരീഷൻ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, അതിലുള്ള വിദ്യാർത്ഥികൾ 10 വിദ്യാർത്ഥികളെ ഇതിനകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DNA പരിശോധനയുമായി ബന്ധപ്പെട്ട മറ്റ് തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അർജുൻ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഈ അടിസ്ഥാനപരമായ സർവീസ്, അത് ആരോഗ്യമേഖലയിലടക്കം ആളുകൾക്കുള്ള ചികിത്സ, ശുശ്രൂഷ, തുടർ പരിചരണങ്ങൾ, ഇതൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ ഇന്നലെ നമ്മൾ പോയി കണ്ട സമയത്തും അതുപോലെ തന്നെ ഇന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നിനും ഒരു ഭാഗത്തും നമുക്കൊരു കുറവ് അനുഭവപ്പെട്ടിട്ടില്ല. അവിടെ ഈ ഫയർ എഞ്ചിൻ്റെ ആൾക്കാരായാലും ശരി, പോലീസുകാരായാലും ശരി, ഈ ആംബുലൻസിലുള്ള ആൾക്കാർ, പ്രദേശവാസികൾ, അതുപോലെ തന്നെ എല്ലാവരും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ഈ വിമാന തകർച്ച ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ എന്നുള്ളത് നമുക്ക് വളരെ നല്ലൊരു ഇതായി. പെട്ടെന്ന് തന്നെ ആൾക്കാരെ അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ഇപ്പം ഇന്നലെ രാത്രി തന്നെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എനിക്ക് കേൾക്കാം. അങ്ങേക്ക് തുടരാൻ കഴിയുമോ? സാങ്കേതിക പ്രശ്നമാണ്, തിരികെ വരാം അങ്ങയിലേക്ക്. KB അടിയോടി, അങ്ങ് ആ ചോദ്യം കേട്ടുവെങ്കിൽ നമ്മൾ ഈ വിശ്വാസ് കുമാർ രമേശിന്റെ അതിജീവനം, അദ്ദേഹത്തിന്റെ രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അത്ഭുതം, മിറാക്കിൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു രക്ഷയായിരുന്നു അത്. നിശ്ചയമായിട്ടും അതൊരു വളരെ മിറാക്കുലസ് എസ്കേപ്പ് തന്നെയായിരുന്നു. അപ്പം എനിക്ക് മിക്കവാറും തോന്നുന്നത് വിൻസി മാഡം പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹം എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള 11A സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഈ എമർജൻസി പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ
മിക്കവരും ഇത്രയും നമ്മളുടെ ഒരു അപകടം വരികയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ക്യാബിൻ ക്രൂ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിൽ ഇടപെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? മിക്കവാറും ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന് കഴിഞ്ഞു അദ്ദേഹത്തിന് അതൊരു സെൻസ് ഓഫ് മൈൻഡ് വന്ന ഉടൻ അദ്ദേഹം സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയാണ് എമർജൻസി എക്സിറ്റ് ഉള്ളത്. അതിൽ കൂടെ ചിലപ്പോൾ ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ആ എമർജൻസി എക്സിറ്റ് തന്നെ തുറന്നു പോയിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം വലിച്ചു തുറന്നതായിരിക്കാം. പക്ഷേ എപ്പോഴും ഒരു എയർ പാസഞ്ചേഴ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എമർജൻസി ഇവാക്യുവേഷനെ പറ്റിയിട്ടോ അതല്ലെങ്കിൽ ഒരു എമർജൻസി പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് ക്യാബിൻ ക്രൂ പറയുമ്പോഴേ ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അങ്ങനെ ഒരു എമർജൻസി വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഈ ഇൻസ്ട്രക്ഷൻ ഇവർ തരുന്നത് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക. എയർക്രാഫ്റ്റ് വളരെ 40-45,000 അടി ഉയരത്തിൽ പോകുന്ന എയർക്രാഫ്റ്റാണ്. ഓൾ ഓൺ എ സഡൻ ഒരു പ്രഷറൈസേഷൻ ലോസ് വരികയാണെന്നിരിക്കട്ടെ, പ്രഷറൈസേഷൻ പോകുന്നു, എയർക്രാഫ്റ്റിനകത്തുള്ള പ്രഷർ കുറയുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് എമർജൻസിയിൽ ഉപയോഗിക്കാനുള്ള ഓക്സിജൻ മാസ്ക് വരും, താഴത്തോട്ട് വരും. അതെങ്ങനെയാണ് പുള്ളി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട് ക്യാബിൻ ക്രൂ. പക്ഷേ ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ സാധിക്കണം. അത് എല്ലാ പാസഞ്ചേഴ്സും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ചുരുങ്ങിയത് ഇങ്ങനെയുള്ള ഒരു എമർജൻസിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു മിസ്റ്റർ വിശ്വാസ് അദ്ദേഹത്തിൻ്റെ എന്തോ സെൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണോ എന്തുകൊണ്ടായാലും അത് വളരെ ഫലവത്തായി ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്റ്റൻ രാജേന്ദ്രൻ, ഇപ്പോൾ എമർജൻസി എക്സിറ്റ് ധാരാളമുണ്ട്. 6 എമർജൻസി എക്സിറ്റുകളൊക്കെയുള്ള ഫ്ലൈറ്റുകളുണ്ട്. അതിനൊക്കെ അടുത്ത ആളുകളും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു അപകട സമയം ഇങ്ങനൊരു അപകട അറിയിപ്പ് ഉണ്ടാകുന്ന സമയത്ത്, അപകടം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മനസാന്നിധ്യം അല്ലേ, അത് ഏറ്റവും പ്രധാനമാണ് എന്ന് തോന്നുന്നു. തീർച്ചയായും പ്രസൻസ് ഓഫ് മൈൻഡ് അത് തന്നെയാണ് പ്രാധാന്യം. പിന്നെ സാറ് പറഞ്ഞത് ഇപ്പോ അടിയോടി അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കാണോ എന്ന് അറിയത്തില്ല, ഈ ക്യാബിൻ ക്രൂ വന്ന് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് പോലും മൊബൈലിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ കോൾ വിളിക്കുന്നതോ കാണാം ഈ പാസഞ്ചേഴ്സ് ഇതിന്. അപ്പൊ ശ്രദ്ധാപൂർവം കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ തീർച്ചയായും അപകടത്തിൽ അതിൽ ഒരു ആളായി തീരും. അപ്പൊ നമ്മളെ പാസഞ്ചേഴ്സും ഇതിൽ പഠിക്കാനുണ്ട്. ലേൺ ഫ്രം ദിസ് ട്രാജഡി. അത് നമ്മൾ പാസഞ്ചേഴ്സ് ഓരോരുത്തരും വ്യൂവേഴ്സ് മനസ്സിലാക്കണം. ഇനിയൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു ക്യാബിൻ ക്രൂ വന്ന് പറയുന്ന സമയത്ത് തീർച്ചയായും അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് ഇരുന്നാൽ നമുക്ക് നമ്മുടെ ജീവനാണ് രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. അതൊരു വലിയ കാര്യമാണ്. സാധാരണയായിട്ട് പാസഞ്ചേഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, ശ്രീ ജി മധുസൂദൻ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹ മാധ്യമങ്ങൾ നമുക്കറിയാം ഒരു കെട്ടും കയറും ഇല്ലാത്ത മേഖലയാണ്. എന്നിരുന്നാൽ പോലും പങ്കുവെക്കപ്പെടുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടല്ലോ. ഈ ഇദ്ദേഹത്തിന്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അപകടത്തിനേ കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരുപക്ഷെ എമർജൻസി എക്സിറ്റ് വലിച്ചു തുറന്നതായിരിക്കാം ഇത്രയും വലിയ അപകടത്തിന് കാരണം എന്ന നിലയ്ക്കുള്ള പറയപ്പെടലുകളുണ്ട്. ഈ അപകടത്തിനിരയായി നമ്മളെ എല്ലാവരുടെയും വേദനയായ മലയാളി യുവതി രഞ്ജിതയ്ക്കെതിരെ വരുന്ന അധിക്ഷേപം, അതിന്റെ പിന്നിലുള്ള നടപടി, ഇതൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിലൊരു മനുഷ്യത്വപരമായ സമീപനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണഗതിയിൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു എമർജൻസി വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിന് വളരെ വൈദഗ്ധ്യമുള്ള രീതിയിലുള്ള SOPs ഓരോ എയർപോർട്ടിലും ഓരോ യൂണിറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ക്രമമായിട്ട് അവരെ പഠിപ്പിച്ച് അവരെ ആ എമർജൻസി ആക്ഷൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള വൈദഗ്ധ്യമാണ് ഓരോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രധാന ഘടകം. പിന്നെ റെസ്പോൺസ് ടൈം ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ എയർക്രാഫ്റ്റ് ജസ്റ്റ് എയർബോൺ ആയി ക്ലൈംബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ആർക്കെങ്കിലും സീറ്റിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ റെസ്പോൺസ് ടൈമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ക്യാപ്റ്റൻ അത് ക്യാബിൻ ക്രൂവിനോട് എന്തെങ്കിലും അലർട്ട് ചെയ്തിരിക്കുമോ എന്നുകൂടി കരുതാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം അദ്ദേഹം അത് കോക്പിറ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു തിരക്കിലായിരുന്നിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആ SOPs എല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ, അതായത് ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആകാശയാത്ര 100% സുരക്ഷിതമാക്കാൻ പറ്റുള്ളൂ.
ശരി, വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. നമ്മൾ ഒരിക്കലും ഇനി ഉണ്ടാകരുത് എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത്തരം അപകടങ്ങൾ. ഇത്രയധികം ജീവനുകൾ ഒരൊറ്റ നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് പൊറുക്കാനോ നമുക്ക് അംഗീകരിക്കാനോ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് പരമാവധി ജാഗ്രത ഈ മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം എല്ലാവർക്കും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.